നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ എന്താ ഗ്രോ ബാഗിലേക്ക് ചാക്കിലേക്ക് മാറ്റിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല കേട്ടോ. നല്ലപോലെ പുതിയ പുതിയ ഇലകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഉണ്ടോ, കാണാനും നല്ല ഭംഗിയാണ്. ട്യൂബീസ് ക്രിയേറ്റീവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ മരമുല്ലയൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാ വേണയിൽ ചക്ക വേരിലും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഇതേ ചെടിച്ചട്ടിക്കകത്ത് സ്വീറ്റ് പൊട്ടറ്റോ വള്ളി ഒരു ഫ്രണ്ട് തന്നപ്പോൾ നട്ടു വെച്ചതാണ്. അത് കഴിഞ്ഞത് വേറെ 2 ചട്ടിയിലേക്ക് കൂടെ മാറ്റി. ഇപ്പോൾ ചുമ്മാ ഒന്ന് തുറന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. നോക്കിയപ്പോൾ അതിനകത്ത് നല്ല കിഴങ്ങുണ്ടായിരിക്കുന്നു. കണ്ടോ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയല്ലേ വെറുതെ ചെടി നട്ടാലും അതിനകത്ത് കണ്ടോ നല്ല കിഴങ്ങിന് എന്തോ ഒരു ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഇനി അടിയിലേക്ക് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. നല്ല സ്വീറ്റ് പൊട്ടറ്റോയാണ്, മധുരക്കിഴങ്ങ്. അപ്പോൾ ഇവരെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഴുങ്ങാനുള്ള കിട്ടുമെന്ന് നമുക്ക് നോക്കണ്ടേ. ഇതിനകത്ത് ഇനി കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം നട്ടത് കേട്ടോ. ഇതാണ് ആദ്യം പിടിപ്പിച്ചതിന് ശേഷമാണ് വേറെ 2-3 ഇടത്തിലേക്ക് മാറ്റിയത്. അതിൻ്റെ തല മുറിച്ച് നട്ടാൽ മതിയല്ലോ. അപ്പോൾ ഈ ചട്ടിക്കകത്ത് നമ്മളിത് മാറ്റിയിട്ട് നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കി നടണം. അതുകൊണ്ട് ഇത് നല്ല വൈറ്റാണ് കേട്ടോ, അകം വൈറ്റാണ്. അപ്പം അതിൽ ഇതുപോലെ 2-3 കൂടെ ഇനിയുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഒരെണ്ണം. ഇത് കണ്ടോ, ഇതും ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടിരുന്നതാണ്. ഇത് നോക്കി, നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ട് ആണ് ഇരിക്കുന്നത്. നല്ല ഇളക്കമുള്ള മണ്ണാണ്. അതൊക്കെയാണല്ലോ ഇതിന് വേണ്ടത്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല അങ്ങനെയാണ് ചെയ്യുള്ളൂ. ഇത് നോക്കി, കിഴങ്ങുകൾ വേണമെങ്കിൽ കണ്ടോട്ടോ. ഇഷ്ടംപോലെ കിഴങ്ങുണ്ട്, പക്ഷെ മൂത്തിട്ടില്ല. അപ്പോൾ ഞാനതുകൊണ്ട് പറിച്ചെടുക്കുന്നില്ല. നമുക്കത് നല്ലപോലെ നട്ട് നമുക്കറിയാം 1 മാസം കൂടെ കഴിയുമ്പോൾ നല്ല വലിയ കിഴങ്ങുകൾ നമുക്ക് കിട്ടും. കൂടെ മാറിയിരിക്കട്ടെ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് പൊട്ടിക്കാനായിട്ട്. ഉണ്ടോ, നല്ല റെഡ് കളറാണ്. ഇതുപോലത്തെ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ നോക്കിയേ, ഇനി നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഗ്രോ ബാഗ് ഇല്ലാണ്ട് ഞാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കൂട്ടിക്കെട്ടാൻ പോവുക. നമ്മൾ വാങ്ങുന്നേക്കാളൊക്കെ സൂപ്പറാണ് കേട്ടോ ഈ ഗ്രോ ബാഗ്. ഈ ചെറിയ വില 2 രൂപ കൊടുത്താലും നമുക്ക് ഈ ചാക്ക് കിട്ടും. എന്നിട്ട് നല്ലപോലെ നല്ല ബലമുള്ള വള്ളി ഉപയോഗിച്ച് നല്ലപോലെ എൻ്റെ വായ ഇങ്ങോട്ട് മുറുക്കി കെട്ടണം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ മുറുക്കി കെട്ടിയിട്ട് ബാക്കി നൂല് നമുക്ക് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റേ അതിൻ്റെ ചൂടറ്റം ഉണ്ടല്ലോ, അതിനെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കൊന്നിലോ അതിൻ്റെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുന്നേക്കാളും നല്ലത് അതിൻ്റെ നൂലം കഴിച്ച് അറിയാമല്ലോ, അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഊരിയും എടുക്കാം. ഇതുപോലെ ഊരിക്കളഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ അതിൻ്റെ ഇനി നമുക്കത് ഈ ചാക്കൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഇനി ചാക്കിൻ്റെ ചുവട്, നമ്മളെ കെട്ടിയ ഭാഗമില്ലേ, അതാണ് ചാക്കിൻ്റെ ചുവട്. അത് നന്നായിട്ട് നിവർത്തിയെടുത്തിട്ട് എന്താണ് പറയുക, ഇനി നമുക്ക് ഈ ചാക്കിൻ്റെ ഈ സൈഡ് തുറന്ന സൈഡിൻ്റെ ഒരു പകുതി ഭാഗം വെച്ച് ഉള്ളിലേക്ക് മടക്കണം. അപ്പോൾ നല്ല ബലം കിട്ടും ചാക്കിന്. പകുതി ഭാഗം വെച്ച് നമുക്ക് മടക്കാമല്ലോ. അത്രയല്ലേ നമുക്ക് ഗ്രോ ബാഗിന് പൊക്കം ആവശ്യമുള്ളൂ. ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുത്താൽ നല്ല സ്ട്രോങ് ഗ്രോ ബാഗ് കിട്ടും കേട്ടോ. സൂപ്പറാണിത്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നടാം. കപ്പയോ എന്താ പറയുക, ചേനയോ ചേമ്പോ ഒക്കെ നടാം. നല്ല വൃത്തിയായിട്ട് ഗ്രോ ബാഗ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ 2-3 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഗ്രോ ബാഗ് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യണം. ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നല്ല സൂപ്പറായിട്ടുള്ള ഗ്രോ ബാഗ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ പോട്ടി മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മണ്ണും എന്താ പറയുക, ചകിരിച്ചോറും ചാണകപ്പൊടിയും വേപ്പിണ്ണൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ അപ്പോൾ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇത് കണ്ടല്ലോ, നമ്മുടെ മണ്ണോടെയുള്ള അതങ്ങോട്ട് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് ബാക്കി മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഇത് പറിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. എത്രമാത്രം കിഴങ്ങുണ്ടായി എന്നൊക്കെ നമുക്കൊന്ന് കാണാം.
അപ്പോൾ ഇതുപോലെയൊക്കെ നട്ട് വെച്ചാൽ നമുക്ക് എത്ര സ്ഥലം ഇല്ലാത്തവർക്കും മധുരക്കിഴങ്ങൊക്കെ ഉണ്ടാക്കാം. തന്നെയല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്, നല്ല പർപ്പിൾ നിറം. ഇതിൻ്റെ ഗ്രീൻ ഉണ്ട്, പിന്നെ എന്താണ് പർപ്പിളും പിങ്കും ഒക്കെ ചേർന്നിട്ട് ഗ്രീനും ഒക്കെ ചേർന്നിട്ടുണ്ടോ, അതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാണ്, ഒക്കെ നശിച്ചു പോയതാണ്. അടുത്ത് നോക്കാം. ഇതിനകത്തും കിഴങ്ങുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടും ഒരേ സമയത്ത് നട്ടതാണ് കേട്ടോ. കിഴങ്ങുണ്ട് കേട്ടോ, ചെറുതാണ് കണ്ടോ. അപ്പോൾ ഞാനിതും പൊളിക്കുന്നില്ല. ഇതിനകത്ത് അതുപോലെ തന്നെ 4-5 കിഴങ്ങൊക്കെ കാണുന്നുണ്ട്. ഇത് നമുക്ക് ഇനി അങ്ങനെ തന്നെ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായുള്ള വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യണേ. അപ്പോൾ നനച്ച് കൊടുക്കാം കണ്ടോ. ഞാനിത് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ മുറ്റത്തിൻ്റെ അരികിൽ കൊണ്ടുവച്ചത്. ചിലപ്പോൾ പറമ്പിൽ കൊണ്ടുവച്ചാൽ നമുക്ക് അത്ര ശ്രദ്ധ കിട്ടില്ലല്ലോ. അപ്പോൾ അടുത്ത യൂസ്ഫുള്ളായ വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.